ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല പുലരി നമുക്ക് സമ്മാനിച്ച ദൈവപുത്രന്റെ മഹത്വമുള്ള നാമത്തിന് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ആരാധനയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ശ്രോതാക്കളെ എളിവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. കാരുണ്യക്കടലായ നല്ല കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തികഞ്ഞ പ്രതീക്ഷയോടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവശബ്ദത്തിനായി കാതോർക്കാം. 119 സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരാലോചന, ദൈവം നൽകിയ ആ സന്ദേശമാണ് പ്രിയപ്പെട്ടവർക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ഈ സങ്കീർത്തനത്തിൽ എഴുത്തുകാരൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന 7 കാര്യങ്ങളുണ്ട്. അഥവാ സങ്കീർത്തനക്കാരന് തന്നെക്കുറിച്ചുള്ള സ്വയാവബോധം 7 നിലകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നാം പ്രാർത്ഥനയോടെ ധ്യാനിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ കേൾവി എന്റെ ബഹുമാന്യ ശ്രോതാക്കളുടെ ജീവിതത്തിലും വ്യക്തമായ സ്വയാവബോധം പ്രാപിക്കാൻ അവൻ നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഴുത്തുകാരന്റെ ഒന്നാമത്തെ തിരിച്ചറിവ് അഥവാ സ്വയാവബോധം 119 സങ്കീർത്തനത്തിന്റെ 176 വാക്യത്തിൽ നോക്കുക. ഞാൻ കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ, ഞാൻ നിന്റെ കൽപ്പനകളെ മറക്കുന്നില്ല. ഒന്നാമത്തെ തിരിച്ചറിവ്, ഞാൻ കാണാതെ പോയ ആടാണ്, തെറ്റിപ്പോയ ആടാണ്, അടിയനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം തിരിച്ചു ചെല്ലാൻ കഴിയാത്ത ആടാ ഞാൻ. തെറ്റിപ്പോയി, പക്ഷെ സ്വയം തിരിച്ചു ചെല്ലാൻ എനിക്ക് കഴിയത്തില്ല. നീ എന്നെ അന്വേഷിക്കണം. അടുത്തൊരു വാക്യം, അടുത്തൊരു സെന്റൻസ്, എങ്കിലും ഞാൻ നിന്റെ കൽപ്പനകളെ മറക്കുന്നില്ല. തെറ്റിപ്പോയെങ്കിലും ഞാൻ നിന്റെ കൽപ്പനകളെ മറക്കുന്നു. എന്റെ ഹൃദയത്തിൽ നിന്റെ കൽപ്പനയുണ്ട്. കുഞ്ഞെ, കൽപ്പന മറക്കാത്ത കാലത്തോളം തെറ്റിപ്പോയാലും ദൈവം നിന്നെ മടക്കി വരുത്തും. തെറ്റിപ്പോയ നിന്റെ തലമുറയെ സ്വർഗത്തിലെ ദൈവം മടക്കി വരുത്തും. അന്വേഷിച്ച് കണ്ടെത്തി നല്ല ഇടയൻ മടക്കി വരുത്തും. പലവട്ടം തെറ്റിപ്പോയിട്ടും കുഞ്ഞെ, ദൈവം നിന്നെ മടക്കി വരുത്തിയില്ലേ? അവൻ അങ്ങനെയെങ്കിൽ നിന്റെ തലമുറയെ, തെറ്റിപ്പോയ നിന്റെ തലമുറയെ അവൻ മടക്കി വരുത്തും. മക്കളെ, നീ അന്വേഷിക്കാതിരുന്നിട്ടും ദൈവം നിന്നെ അന്വേഷിച്ചു കണ്ടെത്തി മടക്കി വരുത്തിയില്ലേ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അവൻ നഷ്ടമായി പോയ, പിന്മാറിപ്പോയ, അവൻ കാണാതെ പോയ നിന്റെ തലമുറയെ സ്വർഗത്തിലെ ദൈവം അന്വേഷിച്ചു കണ്ടെത്തി മടക്കി വരുത്തും. എന്താ കാരണമെന്നറിയാമോ? അവൻ ദൈവത്തിന് വിലയേറിയവനാ. നീ ദൈവത്തിന് വിലയേറിയവനായതുകൊണ്ടാണ് നിന്നെ മടക്കി വരുത്തിയത്. അതുപോലെ തന്നെ നിന്റെ തലമുറയും ദൈവം മടക്കി വരുത്തും, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. നോക്കൂ, ഞാൻ കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോയിരിക്കുന്നു. ഓർക്കണേ, മറ്റുള്ളവർ തെറ്റിപ്പോകുന്നത് കാണാൻ കഴിവുള്ള പലർക്കും തങ്ങളുടെ തെറ്റിന്റെ ആഴം മനസ്സിലാകുന്നില്ല. തങ്ങൾ തെറ്റിന്റെ ചെളിക്കുഴിയിൽ വീണു കിടക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം കാണാനുള്ള കണ്ണില്ല. പ്രാർത്ഥിക്കണം, ദൈവമേ, കർത്താവെ, മറഞ്ഞിരിക്കുന്ന തെറ്റു തിരിച്ചറിയാൻ, എന്റെ തെറ്റ് തിരിച്ചറിയാൻ എന്റെ കണ്ണൊന്ന് തുറന്നു തരണം. അതേ മക്കളെ, നമുക്ക് നമ്മെ തന്നെ കാണുവാൻ കഴിയണം. നമ്മുടെ കുറവുകൾ കണ്ടറിയാൻ കഴിയണം. അതെ, പ്രാർത്ഥിക്കുന്നവൻ സ്വയദർശനമുള്ളവനായിരിക്കണം. തന്നെ ശരിയായ നിലവാരം തിരിച്ചറിഞ്ഞ എഴുത്തുകാരൻ പറയുന്നു, ഞാൻ കാണാതെ പോയ ആടാണ്, തെറ്റിപ്പോയ ആടാണ്, അടിയനെ അന്വേഷിക്കണം. നീ എന്നെ അന്വേഷിക്കണം, നീ എന്നെ കണ്ടെത്തി വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയമായി തിരിച്ചു വീട്ടിലെത്താൻ അറിയത്തില്ല. ഈ സത്യം ഓരോ പ്രിയപ്പെട്ടവരും തുറന്നു സമ്മതിക്കണം. ദൈവം സഹായിക്കാതെ തെറ്റിൽ നിന്ന് തിരിച്ചു വരാൻ, ദുശീലത്തിൽ നിന്ന് തിരിച്ചു വരാൻ സ്വയമായി നമുക്ക് കഴിയത്തില്ല. കുഞ്ഞെ, ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും പലവട്ടം പരിശ്രമിച്ചിട്ടും ഇന്നും ദുശീലത്തിൽ വീണ് കിടക്കുകയല്ലേ? ദൈവത്തോട് പറഞ്ഞാട്ടി, കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, നീ അടിയനെ അന്വേഷിക്കണം. എനിക്ക് സ്വയമായി മടങ്ങി വരാൻ കഴിവില്ല, നീ എന്നെ മടക്കി വരുത്തണം. ഞാൻ കാണാതെ പോയ ആടാണ്. കാണാതെ പോയ ആടിന്റെ ഉപമ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട് ലൂക്കോസ് 15 അധ്യായത്തിൽ. ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് കാണാതെ പോയാൽ 99നെയും വിട്ട് കാണാതെ പോയതിനെ കണ്ടുകിട്ടും വരെ അന്വേഷിച്ച് പോകുകയില്ലയോ? കണ്ടുകിട്ടിയാൽ അതിനെ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലുള്ളവരോട് ചേർന്ന് ആനന്ദിക്കും. ഹല്ലേലൂയ. ശ്രേഷ്ഠ ഇടയനായി കർത്താവ് നല്ല ഇടയന്റെ ശ്രേഷ്ഠത എണ്ണി പറയുകയാ. ഒന്ന്, തെറ്റിപ്പോയാലും അതിനെ സ്നേഹിക്കുന്ന ഇടയൻ. 100 ആടുകളിൽ ഒന്നല്ലേ പോയുള്ളൂ, 99 ആട് വേറെ ഉണ്ടല്ലോ. പോയത് പോട്ടെ എന്ന് പറഞ്ഞില്ല, തെറ്റിപ്പോയതിനെ അന്വേഷിച്ചു പോകുന്ന സ്നേഹമുള്ള ഇടയൻ. അതേ മക്കളെ, ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നല്ല ഇടയൻ പ്രാണനെ പോലെ നിന്നെ സ്നേഹിക്കുന്നു. നല്ല ഇടയന്റെ രണ്ടാമത്തെ പ്രത്യേകത കർത്താവ് പറയുന്നു, അവൻ അന്വേഷിക്കുന്ന ഇടയനാണ്. കുറെ കാലം അന്വേഷിച്ചിട്ട് വിട്ടുകളയത്തില്ല, കണ്ടുകിട്ടും വരെ അന്വേഷിക്കുന്ന ഇടയൻ. ശ്രദ്ധിക്കണേ, മതങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവങ്ങളെ അന്വേഷിച്ച് ഭക്തരും മല കയറുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്നു, പുണ്യസ്ഥലങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്നു. പക്ഷേ കുഞ്ഞെ, സത്യദൈവത്തെ നീ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, അവൻ നിന്നെ അന്വേഷിച്ചു വരുന്നവനാണ്.
ഹല്ലേലൂയ. ആദാമേ നീ എവിടെ? കയീനേ നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ട് മനുഷ്യനെ അന്വേഷിക്കുന്ന ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം വെളിപ്പെടുത്തുന്നു. തെറ്റിപ്പോയ ശിഷ്യന്മാരെ അന്വേഷിച്ച് ഗലീലക്കടലിന്റെ കരയിൽ നിൽക്കുന്ന കർത്താവിനെയാ പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. തെറ്റിപ്പോയ മനുഷ്യജാതിയെ മുഴുവനും അന്വേഷിച്ച് അവൻ ദൈവം ഭൂമിയിൽ വന്ന ചരിത്രമാ സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുന്നത്. നല്ല ഇടയൻ, സ്നേഹിക്കുന്ന ഇടയനാ മക്കളെ, അന്വേഷിക്കുന്ന ഇടയനാ. ഏതു പാപച്ചെളിയിൽ വീണുപോയാലും, നാശക്കുഴിയിൽ വീണുപോയാലും, ദുഷിച്ച കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയാലും, ദുശീലത്തിനടിമയായി പോയാലും നല്ല ഇടയൻ നിന്നെ അന്വേഷിച്ച് കണ്ടെത്തും. നിന്റെ തലമുറകളെ അന്വേഷിച്ച് കണ്ടെത്തും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് സ്തോത്രം. പക്ഷെ തുറന്നു പറയണം, എന്നെ അന്വേഷിക്കണം. എനിക്ക് സ്വയമായി വീട്ടിലെത്താൻ കഴിയത്തില്ല, തിരികെ എത്താൻ കഴിയത്തില്ല. നീ എന്നെ അന്വേഷിക്കണം മക്കളെ. അധപ്പതനത്തിന്റെ ആഴക്കുഴിയിൽ വീണ് കിടന്നാലും നല്ല ഇടയൻ നിന്നെ തേടി വരും, കണ്ടെത്തും. സ്നേഹിക്കുന്ന ഇടയൻ, അന്വേഷിക്കുന്ന ഇടയൻ, കണ്ടെത്തുന്ന ഇടയൻ. അവിടെയും തീരുന്നില്ല. നല്ല ഇടയന്റെ മൂന്നാമത്തെ പ്രത്യേകത, അവൻ ചുമക്കുന്ന ഇടയനാണ്. കണ്ടുകിട്ടിയാൽ തോളിലെടുക്കും, വീട്ടിലെത്തുവോളം നിന്നെ ചുമക്കുന്ന ഇടയൻ. സാധാരണ ഇടയന്മാർ ഒരു ആടിനെ കാണാതെ പോയാൽ അന്വേഷിക്കും. കണ്ടുകിട്ടിയാലോ ഇത്രയും നേരം എവിടെ പോയി കിടക്കുവാരെന്ന് പറഞ്ഞ് ആദ്യം നടുവിലിട്ട് തല്ലും. പക്ഷെ നല്ല ഇടയൻ സ്നേഹത്തോട് തോളിലെടുക്കും, വീട്ടിലെത്തുവോളം ചുമക്കും. ഇതുവരെ ഞാൻ നിന്നെ ചുമന്നു, ഇനി വേണം നടന്നു, തന്നെത്താൻ നടന്നു വെക്കൂ എന്ന് പറയത്തില്ല. വീട്ടിലെത്തുവോളം ചുമക്കും. എന്റെ കുഞ്ഞെ, നിന്നെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഇടയൻ നിന്നെ ചുമലിലെടുത്തതാ. ഇന്നും അവൻ നിന്നെ ചുമക്കുകയാ. വഴിയിലിട്ടച്ചു പോകത്തില്ല മക്കളെ, വീട്ടിലെത്തുവോളം ചുമക്കും. കുഞ്ഞെ, ബാല്യം മുതൽ അവൻ നിന്നെ ചുമക്കാൻ തുടങ്ങിയതാ. വാർദ്ധക്യവും നരയുമുള്ള കാലത്തും അവൻ നിന്നെ ചുമക്കും, ചുവന്നു വിടുവിക്കും, ചുമന്നു വിടുവിക്കും. 1 സ്നേഹിക്കുന്ന ഇടയൻ, 2 അന്വേഷിക്കുന്ന ഇടയൻ, 3 കണ്ടെത്തുന്ന ഇടയൻ, 4 തോളിലെടുക്കുന്ന ഇടയൻ. നല്ല ഇടയന്റെ 5ാമത്തെ പ്രത്യേകത, അവൻ നിന്നെ വീട്ടിലെത്തിക്കുന്ന ഇടയനാണ്. അവൻ ഈ മണ്ണിൽ ഉടനലലാൻ നല്ല ഇടയൻ മക്കളെ നിന്നെ വിട്ടുതരത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. അവൻ നിന്നെ വീട്ടിലെത്തിക്കും, നിത്യകൂടാരത്തിലെത്തിക്കും, സന്തോഷ ഭവനത്തിലെത്തിക്കും, സ്വർഗീയ മണിയറയിലെത്തിക്കും. ഹല്ലേലൂയ. നല്ല ഇടയന്റെ വകയായി തീർന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് നാം ആരാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം, സ്വയാവബോധം ഉണ്ടായിരിക്കണം. എഴുത്തുകാരന്റെ 1ാമത്തെ സ്വയാവബോധം 176 നാം കണ്ടു. ഞാൻ കാണാതെ പോയ ആടാണ്, തെറ്റിപ്പോയ ആടാണ്. വീട്ടിലെത്താൻ എനിക്ക് സ്വയം കഴിയത്തില്ല. നല്ല ഇടയനായി കർത്താവേ, നീ എന്നെ അന്വേഷിക്കണം. ഭക്തൻ തിരിച്ചറിയുന്ന 2ാമത്തെ സ്വയദർശനം 141 വാക്യത്തിൽ കാണാം. ഞാൻ അല്പനും നിന്ദിതനുമാകുന്നു. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരു മഹാരാജ്യത്തിന്റെ സിംഹാസനത്തിൽ സർവാധികാരത്തോടെ ഇരുന്നിട്ടുള്ള ചക്രവർത്തിയാ പറയുന്നത്, ഞാൻ അല്പനും നിന്ദിതനുമാകുന്നു. എന്റെ കുഞ്ഞെ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഏതു പദവി അലങ്കരിക്കുന്നവനായിക്കൊള്ളട്ടെ, ഈ സ്വയാവബോധമുണ്ടായിരിക്കണം. ഞാൻ അല്പനാണെന്നുള്ള ബോധ്യം, രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന ക്ഷണികനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. രാജാവ് പറയുന്നത്, ഞാൻ അല്പനാണ്. കുറ്റം കൊള്ളാൻ പാരമ്പര്യമുള്ളവനാ, പുകഴാൻ വേണ്ടതെല്ലാം സമൃദ്ധിയായിട്ടുള്ളവനാ. താൻ പറയുന്നു, ഞാൻ അല്പനാണ്, ഞാൻ നിന്ദിതനാണ്. തോമാശ്ലീഹ സ്നാനപ്പെടുത്തിയ കുടുംബത്തിൽപ്പെട്ടവനാണെന്നുള്ളതല്ല നാം തിരിച്ചറിയേണ്ട വസ്തുത. അമേരിക്കൻ പൗരത്വമുള്ളവനാണെന്നല്ല നാം തിരിച്ചറിയേണ്ട വസ്തുത. വിദ്യാബഹുത്വമുള്ളവനെന്നല്ല, ഞാൻ അല്പനാണെന്ന് തിരിച്ചറിയണം. അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് പോയില്ലെങ്കിൽ പിന്നെ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് തിരിച്ചറിയണം. സ്തോത്രം. അല്പനാണ്. രാജാവ് പറയുന്നു, ഞാൻ അല്പനും നിന്ദിതനുമാണ്. കുഞ്ഞ്, ഒരുപക്ഷെ താങ്കൾ ഇന്ന് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ മറക്കരുത്, തിരുവചനം പറയുന്നു, മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. ഒരിക്കൽ ദൈവപുത്രൻ ഹോശന പാടിയവർ അടുത്ത ദിവസം അവനെ ക്രൂശിക്കാൻ ആർത്തു വിളിച്ചത് മറന്നുപോകല്ലേ മക്കളെ. 94 വാക്യത്തിൽ ഭക്തന്റെ 3ാമത്തെ സ്വയദർശനം കാണാം. എന്താ അത്? ഞാൻ നിനക്കുള്ളവൻ, ഞാൻ നിനക്കുള്ളവനാ. എല്ലാ ദൈവമക്കളും ഈ ബോധ്യം പ്രാപിച്ചിരിക്കണം. കർത്താവേ, ഞാൻ നിനക്കുള്ളവനാണ്. തിരുവചനം പറയുന്നു, അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല, അവന്റെ വകയാണ്. ഈ പ്രഭാതത്തിൽ ഹൃദയത്തിൽ തൊട്ട് പറയണം, കർത്താവേ, ഞാൻ നിനക്കുള്ളവനാണ്, നിനക്കുള്ളവളാണ്, നിന്റെ വകയാണ്. 1, ഞാൻ കാണാതെ പോയ ആടാണ്. 2, ഞാൻ അല്പനാണ്. 3, ഞാൻ നിനക്കുള്ളവനാണ്. ആമേൻ. അവൻ ജീവരക്തം ഊറ്റിക്കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഒരു ആംഗലേയ കവിതയിലെ ഹൃദയസ്പർശിയായ ഒരു കോറസ് ഉണ്ട്. ഒരു കൺവെൻഷൻ വേദിയിൽ ഞാൻ കേട്ടതാണ്. ഓ ലിറ്റിൽ ബോട്ട്, ഐ ഹാവ് ഓൺ ടു യു ട്വൈസ്. ലണ്ടനിലെ തൈംസ് നദിയുടെ തീരത്ത് പാർത്തിരുന്ന ഒരു ബാലൻ, അവൻ തടി കൊണ്ടൊരു ചെറിയ വള്ളമുണ്ടാക്കി, ബോട്ടുണ്ടാക്കി, ഒരു കളിവള്ളം. ഒരിക്കൽ ഈ ബോട്ട് തൈംസ് നദിയിലൂടെ ഒഴുക്കി രസിക്കുമ്പോൾ കൈവിട്ടുപോയി. തന്റെ കളിവെള്ളം ഒഴുകി ദൂരത്ത് മറയുന്നത് ആ കുട്ടി
നിറകണ്ണുകളോട് കണ്ടു നിന്നു. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം പട്ടണത്തിലെ ഒരു കടയിൽ ചെന്നപ്പോൾ താൻ സ്നേഹിച്ചിരുന്ന താനുണ്ടാക്കിയ ആ ബോട്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതെന്റെ ബോട്ടാ, എന്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ, എനിക്ക് തിരിച്ചു തരണം. പക്ഷേ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ വില കൊടുത്തു വാങ്ങിയതാ കുഞ്ഞേ, ഞാൻ മുടക്കിയ വില നീ തന്നാ ഞാൻ നിനക്ക് തരാം. ആ കുട്ടി അനേക ദിവസങ്ങൾ പരിശ്രമിച്ച് പണമുണ്ടാക്കി തന്റെ കൈ കൊണ്ട് നിർമ്മിച്ച ബോട്ട് പണം കൊടുത്ത് തിരികെ വാങ്ങി. അത് മാറോട് ചേർത്തുകൊണ്ട് താൻ പാടിയ വരികളാണ്: ഓ ലിറ്റിൽ ബോട്ട്, ഐ ഹാവ് ഓൺഡ് യു ട്വൈസ്. ഓ ലിറ്റിൽ ബോട്ട്, ഐ ഹാവ് ഓൺഡ് യു ട്വൈസ്. അല്ലയോ കൊച്ചു ബോട്ടെ, ഞാൻ നിന്നെ 2 വട്ടം സ്വന്തമാക്കി. നീ എന്റേതായിരുന്നു, ഞാനാ നിന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ഞാനിപ്പോൾ വീണ്ടും നിന്നെ വില കൊടുത്തു വാങ്ങി. മക്കളെ, നിന്നെ നോക്കി എന്റെ കർത്താവിന് പറയാനുള്ളത് ഇതുതന്നെയാ. നീ എന്റേതായിരുന്നു, ഞാൻ നിന്നെ സൃഷ്ടിച്ചതാ, ഞാൻ വീണ്ടും വില കൊടുത്ത് നിന്നെ സ്വന്തമാക്കി. ഹല്ലേലൂയ. അതേ മക്കളെ, നാം അവന്റെ വകയാണ്. പറയണം, ഞാൻ നിനക്കുള്ളവനാണ്. ഒന്ന്, സൽപ്രവൃത്തിക്കായിട്ട് തന്റെ കൈപ്പണിയാൽ അവൻ നമ്മെ സൃഷ്ടിച്ചതുകൊണ്ട് നാം അവന്റെ വകയാണ്. 2, ചോരയൂറ്റിത്തന്നു നമ്മെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് നാം അവന്റെ വകയാണ്. കുഞ്ഞേ, നീ ദൈവത്തിന്റെ വകയാണെങ്കിൽ ദൈവം നിന്നെ സൂക്ഷിക്കും കേട്ടോ. പിശാച് തകർത്ത് കളയാൻ പരിശ്രമിച്ചാലും ദൈവം നിന്നെ സൂക്ഷിക്കും. 119 സങ്കീർത്തനത്തിലെ 4-ാമത്തെ സ്വയദർശനം 32 വാക്യത്തിലാണ്: ഞാൻ നിന്റെ കൽപ്പനയുടെ വഴിയിൽ ഓടുന്നവനാണ്. അഥവാ ഞാൻ നിന്റെ കൽപ്പനയുടെ വഴിയിൽ ഓടേണ്ടവനാണ്. നമുക്കും പറയാം, നിന്റെ വകയായ ഞാൻ അങ്ങയുടെ കൽപ്പനയുടെ വഴിയിൽ ഓടുന്നവനാണ്. ശ്രദ്ധിക്കൂ, കൽപ്പനയുടെ വഴിയിൽ നടക്കുകയല്ല കേട്ടോ, കൽപ്പനയുടെ വഴിയിൽ ഓടുക. കൽപ്പനയുടെ വഴിയിൽ ഓടാൻ കടപ്പെട്ടവനാണ് ഞാൻ. ദൈവത്തിന്റെ വകയാണെന്ന് ബോധ്യമുള്ളവൻ ദൈവകൽപ്പന അനുസരിക്കാൻ താമസിക്കത്തില്ല. അവൻ കൽപ്പനയുടെ വഴിയിൽ ഓടും. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. 1, ഞാൻ കാണാതെ പോയ ആടാണ്. 2, ഞാൻ അല്പനും നിന്ദിതനുമാണ്. 3, ഞാൻ നിനക്കുള്ളവനാണ്. 4, ഞാൻ നിന്റെ കൽപ്പനയുടെ വഴിയിൽ ഓടേണ്ടവനാണ്. സങ്കീർത്തനക്കാരൻ തന്റെ 5-ാമത്തെ സ്വയദർശനം പറയുന്നുണ്ട് 83-ാമത് വാക്യത്തിൽ: ഞാൻ പുകയത്തുവെച്ച തുരുത്തി പോലെയാകുന്നു. പുകയത്തുവെച്ച തുരുത്തിയാണ് ഞാൻ. എന്തിനാ തുരുത്തി പുകയത്തു വയ്ക്കുന്നത്? വീഞ്ഞു നിറച്ച തുരുത്തിയാ പുകയത്തു വയ്ക്കുന്നത്. അങ്ങനെ പുകയത്തു വെച്ചെങ്കിലേ ആ വീഞ്ഞിന് വീര്യം വർദ്ധിക്കൂ. പക്ഷേ വീര്യം വർദ്ധിച്ച വീഞ്ഞ് തുരുത്തിയെ പൊളിക്കാതിരിക്കണമെങ്കിൽ തുരുത്തി പുകയത്തു വയ്ക്കണം. കുഞ്ഞെ, നീയാകുന്ന തുരുത്തിയിൽ സ്വർഗത്തിലെ വീഞ്ഞ് പകർന്നു വെച്ചിട്ടും ഈ തുരുത്തി പൊളിഞ്ഞു പോകാത്തതിന്റെ കാരണമറിയാമോ? സർവശക്തനായ ദൈവം നിന്നെ പുകയത്തു വെച്ചു പാകപ്പെടുത്തിയത് കൊണ്ടാണ്. പുകയത്തിരിക്കുമ്പോൾ മക്കളെ കണ്ണു നിറയും, ശ്വാസം മുട്ടും, സഹിക്കാൻ പറ്റത്തില്ല. ഒത്തിരി കാലം കണ്ണു നിറഞ്ഞതല്ലേ മക്കളെ, ഒത്തിരി ശ്വാസം മുട്ടൽ അനുഭവിച്ചതല്ലേ, പരിശോധനയുടെ ചൂട് സഹിക്കാൻ കഴിയാതെ എത്ര കാലം നീ ചെലവഴിച്ചതാ. എന്തിനാണെന്നറിയാമോ? നിന്നിൽ വീര്യമുള്ള വീഞ്ഞു സൂക്ഷിക്കാനാ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, നീയാകുന്ന തുരുത്തിയിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നിറച്ചെങ്കിൽ പുകയത്തു വെച്ചേ മതിയാകൂ, കണ്ണു നിറഞ്ഞേ മതിയാകൂ. ഹല്ലേലൂയ. കഷ്ടം സഹിച്ചേ മതിയാകൂ, പരിശോധനയുടെ ചൂട് സഹിച്ചേ മതിയാകൂ. അതേ, പുകയത്തു വെച്ച തുരുത്തിയായിരുന്നേ മതിയാവൂ. മക്കളെ, നിന്നിൽ നിറയപ്പെട്ട വീഞ്ഞ് അനേകർക്ക് പ്രയോജനപ്പെടാൻ പാകമായി എന്ന് ബോധ്യപ്പെടുമ്പോൾ പുകയത്തു വെച്ചവൻ, ആമേൻ, ഉടയവൻ തുരുത്തിയെ പുകയത്തുനിന്ന് പുറത്തെടുക്കും. അന്ന് നിന്റെ കണ്ണുനീര് തോരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനല്ല കേട്ടോ. ശരിയായ വീഞ്ഞ്, യഥാർത്ഥ പരിശുദ്ധാത്മാവ് ഒരുവനിൽ നിറച്ചാൽ ഉറപ്പാണ് അവൻ നിന്നെ പുകയത്തു വയ്ക്കും. ദൈവം നിന്നെ പുകയത്തു വയ്ക്കും. പക്ഷേ എന്നും നീ പുകയത്തിരിക്കേണ്ടി വരത്തില്ല. തമ്പുരാൻ നിന്നെ പുറത്തെടുക്കുന്ന ദിവസം വരുന്നു. വീര്യമുള്ളവനായി പുറത്തെടുക്കുന്ന ദിവസം വരുന്നു. ഹല്ലേലൂയ. അതെ, 119 സങ്കീർത്തനത്തിലെ 6-ാമത്തെ സ്വയദർശനം, അത് 125 വാക്യത്തിലാണ്: ഞാൻ നിന്റെ ദാസനാകുന്നു. ഇവിടെ ദാസൻ എന്നുള്ളതിന് തുല്യപദമായി നിൽക്കുന്നത് അടിമ എന്നുള്ള പദമാണ്. ഞാൻ നിന്റെ അടിമയാകുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവവേദിൽ ഈ സ്വയദർശനമുണ്ടായിരിക്കണം. ഞാൻ നിന്റെ അടിമ. നോക്കൂ, ദാസനും അടിമയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. ദാസന് ജോലി കഴിയുമ്പോൾ കൂലി വാങ്ങി വീട്ടിൽ പോകാം. പക്ഷേ അടിമയ്ക്ക് കൂലിയില്ല, വീട്ടിൽ പോകാൻ ഒക്കത്തില്ല. രാവും പകലും യജമാനന്റെ ഇഷ്ടം നിർവഹിക്കാൻ കാതോർത്തുകൊണ്ട് കാത്തിരിക്കണം. അവനാണ് അടിമ. ഇനി പറയാൻ കഴിയുമോ, യഹോവേ, ഞാൻ നിന്റെ അടിമയാകുന്നു? വേദനയോട് പറയട്ടെ, ഇന്ന് കർത്താവിനേക്കാൾ വലിയ ദാസന്മാരുണ്ട്, എളിയ കർത്താവിന്റെ വലിയ ദാസന്മാർ. നിങ്ങൾ കേൾക്കണം, താങ്കൾ എത്രമാത്രം ഉയർന്നാലും കർത്താവിന്റെ അടിമ മാത്രമാണ്. മുമ്പിലിരുന്ന് വചനം കേൾക്കുന്നവർ താങ്കളുടെ കീഴാളന്മാരല്ല, നിങ്ങളവരുടെ ശുശ്രൂഷകന്മാരാണ്. ഈ സ്വയദർശനം ദൈവദാസന്മാർ മറന്നുപോയതാ ക്രൈസ്തവ സഭയിൽ വന്നു ചേർന്ന അപജയങ്ങൾക്കൊക്കെ പ്രധാന കാരണം. ആമേൻ. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ
3 അടിമകളെ കാണാം. നോക്കൂ, ഒന്ന് വിലയ്ക്ക് വാങ്ങിയ അടിമ. വിലയ്ക്ക് വാങ്ങിയ അടിമയ്ക്ക് 6 വർഷം യജമാനെ സേവിച്ച ശേഷം എബ്രായരിൽപ്പെട്ടവനാണെങ്കിൽ അവന് 7-ാം വർഷം സ്വതന്ത്രനാകാം. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ യജമാന്റെ വീട്ടിൽ ജനിച്ച അടിമകളാണ്. എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങിയ അടിമയ്ക്ക് യജമാനൻ തന്റെ വീട്ടിലുള്ള മറ്റൊരടിമ പെൺകുട്ടിയെ ഭാര്യയായി കൊടുത്തു എന്നിരിക്കട്ടെ. അവളിൽ ഈ അടിമയ്ക്ക് മക്കളുണ്ടായാൽ അവരും അടിമകളാണ്. അങ്ങനെയുള്ളവരാണ് വീട്ടിൽ ജനിച്ച അടിമകൾ. വിലയ്ക്ക് വാങ്ങിയ അടിമയ്ക്ക് 7-ാം വർഷം മടങ്ങിപ്പോകാം. പക്ഷേ അവന് യജമാനന്റെ വീട്ടിൽ ജനിച്ച മക്കളുണ്ടെങ്കിൽ അവരും അടിമകളാണല്ലോ. അങ്ങനെയുള്ള അടിമകൾക്ക് അപ്പനോടൊപ്പം പോകാൻ പറ്റത്തില്ല. സ്തോത്രം. വിലയ്ക്ക് വാങ്ങിയ അടിമ സ്വതന്ത്രനായാലും വീട്ടിൽ ജനിച്ച അടിമ എന്നും ഉടമസ്ഥന്റെ വകയാണ്. മറക്കല്ലേ മക്കളെ, പാപച്ചെളിയിൽ കിടന്ന് നമ്മെ പുത്രൻ ജീവരക്തം ഊറ്റിക്കൊടുത്തു വിലയ്ക്ക് വാങ്ങിയതാണ്. അവനാ നമുക്ക് ജീവിത പങ്കാളിയെ തന്നത്. ഹല്ലേലൂയ. നമുക്ക് മക്കളെ തന്നതും നല്ല കർത്താവാണ്. നല്ല യജമാനന്റെ സ്നേഹം രുചിച്ചറിഞ്ഞവൻ തീർത്തു പറയും, ഞാൻ നിന്റെ അടിമയാകുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം, എൻ്റെ മക്കളും, എനിക്കുള്ളതെല്ലാം അങ്ങയുടെ വകയാ. ഞാൻ അങ്ങയുടെ അടിമയാകുന്നു. ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല. അതേ കർത്താവേ, ഞാൻ നിന്റെ അടിമയാകുന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരന്റെ 7-ാമത്തെ സ്വദർശനം 19-ാം വാക്യത്തിൽ കാണാം. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. വത്സല സഹോദര, പ്രിയ മാതാവേ, കുഞ്ഞേ, ഞാനും നീയും ഈ ഭൂമിയിൽ നിത്യകാലം വസിക്കാൻ വന്നവരല്ല. ഒരു ദിവസം ഈ മണ്ണ് വിട്ടു പോകേണ്ടി വരും. ഇവിടെ നാം പരദേശികളാണ്. തിരുവചനം പറയുന്നു, നാം അന്യരും പരദേശികളുമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലെ ജീവിതം കേവലം പരദേശ പ്രയാണകാലമാണ്. സ്തോത്രം. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ഒരു നിമിഷം തിരിഞ്ഞു ചിന്തിക്കൂ. ഒന്ന്, കുഞ്ഞേ, നീയും ഞാനും കാണാതെ പോയ ആടുകളായിരുന്നു. നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ നമ്മെ കണ്ടെത്തി തോളിലെടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് നടക്കുകയാ. ഇന്നും അവൻ നിന്നെ തോളിലെടുത്ത് വീട്ടിലേക്ക് നടത്തുകയാ. 2, നാം അല്പനും നിന്ദിതനുമായിരുന്നു. കർത്താവ് നിന്നെ മാനപാത്രമാക്കി. അല്പനായിരുന്നു നിന്നെ, സർവരാലും നിന്ദിക്കപ്പെട്ടു നിന്നെ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്ത് മാനപാത്രമാക്കി. 3, ഇന്ന് നാം കർത്താവിന്റെ കൽപ്പനയുടെ വഴിയിൽ ഓടുന്നവരാണ്. 4, നാം വീഞ്ഞു നിറച്ചു പുകയത്തുവച്ച തുരുത്തിയാണ്. 5, ഞാൻ നിനക്കുള്ളവനാണ്. 6, നാം അവന്റെ അടിമകളാണ്. 7, നാം പരദേശികളാണ്. സ്തോത്രം. സങ്കീർത്തനക്കാരുണ്ടായ ഈ 7 സ്വയാവബോധം എൻ്റെ മക്കളെ നമുക്കുമുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സ്വന്തം നാടിനെ നോക്കി കൽപ്പനയുടെ വഴിയിലോടുവാൻ നല്ല ഇടയൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി മഹാദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കാൻ നിസ്സാരനായ എളിയവൻ അവസരം നൽകിയ മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. സഹോദരങ്ങളെ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് മറുപടി നൽകി തീർച്ചയായും നിങ്ങളെ മാനിക്കും. നമ്പർ ഇതാണ് 9072141834.